ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആപ്പിളിൻ്റെ പ്രോ ബണ്ടിലിനെ കുറിച്ചാണ്. നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോ ബണ്ടിലെല്ലാം ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രോ ബണ്ടിൽ എന്നത് അതായത് നമ്മുടെ ഫൈനൽ കട്ട് പ്രോ, ലോജിക് പ്രോ ഇങ്ങനെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എല്ലാമുള്ള ഒരു 5 ആപ്ലിക്കേഷൻ എല്ലാം ചേർന്നതാണ് പ്രോ ബണ്ടിൽ എന്ന് പറയുന്നത്. പ്രോ ബണ്ടിൽ നമുക്ക് ലഭിച്ചാലുള്ള ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 5 സോഫ്റ്റ്വെയറിനും കൂടി നമുക്ക് വളരെ കുറഞ്ഞ പ്രൈസിലെല്ലാം പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. എന്നാൽ നിങ്ങൾ ഇത് പ്രോ ബണ്ടിലല്ലാതെ ഇത് സെപ്പറേറ്റായി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പ്രോ ബണ്ടിൽ മൊത്തമായി നിങ്ങൾക്ക് 19,000 രൂപയ്ക്കെല്ലാം കിട്ടുമെന്ന് കരുതുക. എന്നാൽ നിങ്ങൾക്ക് പ്രോ ബണ്ടിലല്ലാതെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ഒരു ഫൈനൽ കട്ട് പ്രോ മാത്രമായി പർച്ചേസ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 26 രൂപയുടെ മുകളിലെല്ലാം വരുന്നുണ്ട്. അതായത് 26,000 മുകളിലെല്ലാം വരും. എന്നാൽ നമുക്ക് ഈ ഫൈനൽ കട്ട് പ്രോ, ലോജിക് പ്രോ എല്ലാമുള്ള 5 സോഫ്റ്റ്വെയർ കൂടി 19,000 രൂപയ്ക്കെല്ലാം ലഭിക്കുകയാണെങ്കിൽ ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതായത് എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു നല്ലൊരു പാക്കേജാണിത്. ഇപ്പോൾ റീസെൻ്റായി ഞാൻ ഇവിടെ ഈ ഒരു മാക്ബുക്ക് പ്രോ M4 പ്രോ ചിപ്പെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മാക്ബുക്ക് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് ഇത് ഇമാജിൻ കാലിക്കറ്റിൽ നിന്നെല്ലാമാണ്. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോ ബണ്ടിലൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എനിക്ക് വളരെയധികം സങ്കടം തോന്നിയ ഒരു കാര്യമാണിത്. കാരണം ഇത്തരത്തിൽ ഞാൻ ആദ്യം കരുതിയത് നമ്മൾ ഇതുപോലെ ഒരു മാക്ബുക്ക് എല്ലാം പർച്ചേസ് ചെയ്യുന്നു, അതിനുശേഷം നമുക്ക് ഈ പ്രോ ബണ്ടിലെല്ലാം ആക്ടിവേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചെല്ലാമാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു പ്രോ ബണ്ടിൽ സർവീസ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു പ്രോ ബണ്ടിലൊന്നും തന്നെ ലഭിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇന്ത്യയിൽ ഇത് ലഭിക്കുക? ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതിനാൽ തന്നെ നമുക്ക് ഒരുപാട് പണമെല്ലാം തന്നെ സേവ് ചെയ്യാനെല്ലാം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് എല്ലാം വന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എനിക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എല്ലാം സെപ്പറേറ്റായി പർച്ചേസ് ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ എനിക്ക് ഈ 19,000 രൂപയ്ക്ക് ഈ ഒരു കാര്യം എല്ലാം തന്നെ ലഭിച്ചിരുന്നു. അതിന് ഞാൻ ഒരു ചെറിയ മിസ്റ്റേക്ക് എല്ലാം ചെയ്തത് കൊണ്ടാണ് ഇത്തരത്തിൽ എനിക്കിപ്പോൾ ഈ ഒരു പ്രോ ബണ്ടിൽ എനിക്കിതിൽ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കാതെ പോയത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എഡിറ്റിങ്ങിന് വേണ്ടിയാണ് ഒരു മാക്ബുക്ക് പ്രോ എല്ലാം അല്ലെങ്കിൽ ഈ ഒരു മാക്ബുക്ക് എല്ലാം എടുക്കുന്നത് എന്ന് കരുതുക. ഇതിൽ പ്രോ ബണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ കസ്റ്റമർ കെയറുമായി കോൺടാക്റ്റ് ചെയ്തു. ഈ ഒരു മാക്ബുക്ക് എല്ലാം എടുത്തതിന് ശേഷം ഇതിൽ പ്രോ ബണ്ടിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ 2 ദിവസം വരെ അവരെ കോൺടാക്റ്റ് ചെയ്യുകയും അതുപോലെ ആപ്പിൾ കെയറിൻ്റെ ഒരുവിധം എല്ലാ ടീമുമായി ഞാൻ ഡിസ്കസ് ചെയ്യുകയും അവർ അതിനുള്ള കാര്യങ്ങളെല്ലാം, അതായത് അവർ പരമാവധി എനിക്ക് ഈ ഒരു കാര്യമെല്ലാം ചെയ്യുന്നതിന് വേണ്ടി പരമാവധി ട്രൈ ചെയ്യുകയെല്ലാം ഉണ്ടായി. എന്നാൽ ഫൈനലി അവർക്ക് ഇത് നൽകാനുള്ള ഒരു വഴിയുമില്ല. കാരണം അത്തരത്തിലൊരു പോളിസിയും നിലവിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഒരു മാക്ബുക്ക് എല്ലാം എടുക്കുമ്പോൾ തന്നെ ലഭിക്കണമെങ്കിൽ ഞാൻ ചെയ്ത ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാക്ബുക്കിൻ്റെ കോൺഫിഗറേഷൻ എല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി വെണ്ടറിൽ നിന്നെല്ലാം തന്നെ, അതായത് തേർഡ് പാർട്ടി റീസെല്ലേഴ്സിൽ നിന്നെല്ലാമാണ് മാക്ബുക്ക് എല്ലാം എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു പ്രോ ബണ്ടിലൊന്നും ലഭിക്കില്ല എന്നാണ് ആപ്പിൾ കെയറിൽ നിന്നും അറിയിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതിന് ആപ്പിളിൻ്റെ സൈറ്റിലെല്ലാം പോയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഏത് കോൺഫിഗറേഷനിലുള്ള മാക്ബുക്കാണ് ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്തതിന് ശേഷം അവരുടെ ടീമിനെ എല്ലാം കോൺടാക്റ്റ് ചെയ്ത് ഡയറക്റ്റായി നിങ്ങൾക്ക് അവരിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ അവർ ഒരു കൊട്ടേഷൻ എല്ലാം നിങ്ങൾക്ക് തരും, അതായത് ഈ ഒരു പ്രൈസ് എല്ലാമാണ് വരുന്നത് എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അവരിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഇതിൽ പ്രോ ബണ്ടിൽ കൂടി ആഡ് ചെയ്യണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 19,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു 5 സോഫ്റ്റ്വെയർ എല്ലാം തന്നെ നിങ്ങളുടെ ഈ ഒരു മാക്ബുക്കിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ തരുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഹ്യൂജ് എമൗണ്ട് ഒന്നും നഷ്ടമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോ ബണ്ടിലെല്ലാം ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലീഗലായി നമുക്ക് പ്രോ ബണ്ടിലെല്ലാം ലഭിക്കുന്നതിനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്.
മറ്റു പലവിധ കാര്യത്തിലൂടെയും ഇപ്പോൾ ഞാൻ ഈ ഒരു സിസ്റ്റം എടുക്കുമ്പോഴല്ലാതെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ റീസെല്ലറിൽ നിന്നെല്ലാമാണ് ഈ ഒരു സിസ്റ്റം എല്ലാം എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോ ബണ്ടിലെല്ലാം കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ ഇത്തരത്തിൽ ഈ ഒരു സർവീസ് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതായത് പ്രോ ബണ്ടിലായി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. സെപ്പറേറ്റായി നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ എല്ലാം പർച്ചേസ് ചെയ്യേണ്ടതായാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രോ ബണ്ടിൽ വേണമെങ്കിൽ ഡയറക്റ്റായി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഡയറക്റ്റ് ഷോപ്പിൽ, അതായത് മുംബൈ, ഡൽഹി ഇവിടെയെല്ലാം അവരുടെ ഡയറക്റ്റ് ഷോപ്പുണ്ട്. അവിടെ പോയും നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം എല്ലാം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോ ബണ്ടിലെല്ലാം ചെയ്തു വേണം ഈ സിസ്റ്റം അത് നിങ്ങൾക്ക് എടുക്കേണ്ടത് എന്ന് അവരോട് ചോദിക്കാം. അപ്പോൾ അതിനനുസരിച്ച് അവർ അതിൽ പ്രോ ബണ്ടിലെല്ലാം ചെയ്തു തരുമെന്നാണ് ആപ്പിൾ അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഒരു മാക്ബുക്ക് എല്ലാം എടുക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യമൊന്നും മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. കാരണം ഇത്തരത്തിൽ ഞാൻ ചെയ്ത ഈ ഒരു മിസ്റ്റേക്ക് കാരണം എനിക്കിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇതെല്ലാം തന്നെ സെപ്പറേറ്റായി പർച്ചേസ് ചെയ്യേണ്ട അങ്ങനെയുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനാൽ തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് എല്ലാം തന്നെ എനിക്കിവിടെ നഷ്ടം വരികയാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു മിസ്റ്റേക്ക് എല്ലാം ചെയ്യാതിരിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.